ഒരു കെമിക്കൽ ബോണ്ടിലെ ആറ്റംസിൻ്റെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ഡൈപോൾ മൊമെൻറ്റ് കൂടുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ആ ബോണ്ടിൻ്റെ അയണിക് ക്യാരക്ടർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഡൈപോൾ മൊമെൻറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ അയണിക് ക്യാരക്ടർ ഇൻ എ ബോണ്ട് ഓർ എ മോളിക്യൂൾ. സോ നമുക്ക് ഒരു മോളിക്യൂളിലെ പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ HCl ആണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. HClന്റെ ബോണ്ട് ലെങ്ത് 1.27 ആണ്. ബോണ്ട് ലെങ്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം. ഡൈപോൾ മൊമെന്റ് mu is equal to E into D ആണ്. ഇവിടെ D ആണ് ബോണ്ട് ലെങ്ത്. If the dipole moment is 1.08 d mu വാല്യൂ തന്നിട്ടുണ്ട്, വാട്ട് ഈസ് ഇറ്റ്സ് പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ എന്നുള്ളതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് 100% അയണിക് ക്യാരക്ടർ ആണ് HClന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് അല്ലേ, H ഉം Clലും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 4.8 × 10⁻⁻10 ESU ആയിരിക്കും. അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് 4.8 × 10⁻⁻10 ESU ആയിരിക്കും. HCl ബോണ്ട് ലെങ്ത് ആങ്സ്ട്രോംസിലാണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു സെന്റിമീറ്റർ. ഇറ്റ് ഈസ് 1.27 × 10⁻⁸ സെന്റിമീറ്റർ. Dipole moment mu is equal to E into D, charge into distance, which is equal to 4.8 × 10⁻⁻10 ESU into 1.27 × 10⁻⁸ centimeter. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 6.096 കിട്ടും. അത്രയും D/യുടെ യൂണിറ്റ് ആണ്. സോ ഒബ്സർവ് ഡൈപോൾ മൊമെന്റ് ആണിത്. ഇത് നമ്മുടെ കാൽക്കുലേറ്റഡ് ഡൈപോൾ മൊമെന്റ് ആണ്. ഒബ്സർവ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് HClന്റെ കേസിൽ 1.08 D ആണ്. എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് ഇത് കാൽക്കുലേറ്റഡ് തിയററ്റിക്കൽ വാല്യൂ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്സർവ്ഡ് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ mu അയണിക് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ, അതായത് 100% അയണിക് ആണെന്ന് എടുത്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഇൻറ്റു 100 നമ്മൾ ചെയ്യുമ്പോൾ 17.71% കിട്ടും. അപ്പോൾ അയണിക് ക്യാരക്ടർ HCl മോളിക്യൂളിൻ്റെ HCl ബോണ്ടിൻ്റെ അയണിക് ക്യാരക്ടർ എന്ന് പറയുന്നത് 17.1% ആണ്. അങ്ങനെയാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 100% അയണിക് എന്ന് അസ്യൂം ചെയ്താണ് ഈ വാല്യൂ കിട്ടിയത്. സോ 100 മൈനസ്, അത് പെർസെൻറ്റേജിലുമാണ് അല്ലേ, 100 മൈനസ് 17.71 ഇറ്റ് വുഡ് ഗീവ് 82.29% ഓഫ് കോവാലന്റ് ക്യാരക്ടർ. അപ്പോൾ നമുക്കൊരു മോളിക്യൂൾ തന്നാൽ അത് 100% അയണിക് ആണെന്ന് കരുതി അതിൻ്റെ ഈ വാല്യൂ എടുത്തിട്ട് ബോണ്ട് ലെങ്ത് തന്നിട്ടുണ്ടാവും, ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കുക. ദെൻ ടേബിളിൽ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ഒബ്സർവ്ഡ് എക്സ്പെരിമെന്റൽ വാല്യൂ കണ്ടുപിടിക്കണം. ഒബ്സർവ്ഡ് ബൈ കാൽക്കുലേറ്റഡ് ഇൻറ്റു 100 ആണ് അയണിക് ക്യാരക്ടർ. 100ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കോവാലന്റ് ക്യാരക്ടർ കിട്ടും. ഓക്കെ, the percentage ionic character of a bond can be calculated from the experimental value of dipole moment and the bond length. Let's see one more example. Here calculation of percentage ionic character from value of electronegativity. Our problem is we have to find the percentage ionic character in bond AB. A general equation is given. AB is 76.81% and bond length is given as 159.6 picometer. What is the dipole moment of the AB molecule? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ തന്നിട്ടുണ്ട്. AB 76.81% അയണിക് ആണ്. ബോണ്ട് ലെങ്ത് പൈക്കോമീറ്റർ തന്നിട്ടുണ്ട് 159.6. സോ നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡൈപോൾ മൊമെന്റ് തിയററ്റിക്കൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ ഏത് മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വാല്യൂ എടുക്കുന്നത് ഈയുടെ വാല്യൂ എടുക്കുന്നത് 1.602 × 10⁻⁻19 കൂളംബാണ്. അത് ഇൻറ്റു ഡിസ്റ്റൻസ് മീറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് സെൻറ്റിമീറ്ററിലേക്ക് നമുക്ക്, അല്ല കൂളം മീറ്റർ ആണിത് കേട്ടോ. 2.557 × 10⁻⁻29 കൂളം മീറ്റർ നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള ഡൈപോൾ മൊമെന്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഒബ്സർവ്ഡ് ഡൈപോൾ മൊമെന്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ അല്ലേ, മ്യൂ ഒബ്സർവ്ഡ് ബൈ മ്യൂ തിയററ്റിക്കൽ ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ തിയററ്റിക്കൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒബ്സർവ്ഡ് ഡൈപോൾ മൊമെന്റ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഒബ്സർവ്ഡ് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ ഇൻറ്റു തിയററ്റിക്കൽ ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.98 × 10⁻⁻29 കൂളം മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ കൂളംബാണ് ഉപയോഗിച്ച ചാർജ്, മുമ്പ് ESU ആയിരുന്നു, കൂളംബ് ആയതുകൊണ്ടാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ മ്യൂ ഒബ്സർവ്ഡ് നമ്മൾ കൂളം മീറ്ററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് dB ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം.
ഒരു 1 dB എന്ന് പറഞ്ഞാൽ 3.335 ഇൻറ്റു 10⁻30 കൂളം മീറ്റർ ആണ്. സോ ഡൈപോൾ മൊമെൻറ്റിന് നമുക്ക് ഈ വാല്യൂവിന് നമുക്ക് dBയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ വാല്യൂവിന് നമ്മൾ dBയുടെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1.98 10⁻29 കൂളം മീറ്ററിന് നമ്മൾ 3.335 ഇൻറ്റു 10⁻30 കൂളം മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 5.87 dB എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ.